ഞാൻ നാടകം പറയാം. നാടകം ആദ്യം തുടങ്ങട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കൊച്ചി ഗ്രാമത്തിൽ നടക്കുന്ന ഒരു രസകരമായ സംഭവത്തെക്കുറിച്ചാണ്. മൽഹാൻ എന്ന് പറയപ്പെടുന്ന ബ്ലൂ ബോയ്സ് ടീമിന്റെ ക്യാപ്റ്റനും പണ്ണുക്കളുടെ രാജാവുമായ റിയാസിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ തീട്ടം എന്ന് വിളിക്കും. തീട്ടത്തിന് നല്ല ഞാൻ ഈ കഥ ഒരിക്കൽ വണ്ടാനത്ത് വെച്ച് അവൻ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കാണാനിടയായി. അങ്ങനെ അവൻ ഈ കിടക്കുന്നതാണ് നമ്മുടെ കഥയിലെ നായകനും മനം ഭൂതവുമായ റിയാസ്. അവന്റെ പല്ലിൽ നിന്നും വീഴുന്ന തീട്ടങ്ങൾ കൊത്തിയെടുക്കാൻ ആ പെണ്ണ് വരുമെന്നാണ് അവന്റെ പ്രതീക്ഷ. ചുണ്ട് ചുവപ്പിക്കാനായി നാക്ക് വെച്ച് നക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കിടപ്പ് കണ്ടവൻ. ഈ കിടപ്പിന് പറയുന്ന പേരാണ് തീട്ട ഉറക്കം. മൂക്കിലോട്ട് സുംജി. മൂക്കിലുള്ള രോമങ്ങൾ താടിയിൽ വരണമേ എന്നായിരുന്നു അവന്റെ പ്രാർത്ഥന. പക്ഷേ അസൂയ മൂത്തത് കാരണം അവന് രോമം പോയിട്ട് കൂട്ട പോലും മുളയ്ക്കുന്നില്ല. പറയട്ടെ, അവന്റെ കുരുകൾ എണ്ണി തുടങ്ങിയാൽ ലക്ഷമാണോ കോടിയാണോ എന്ന് പറയാൻ പറ്റില്ല. 2.5 കോടി കുരുക്കളുണ്ടെന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്. എന്നെ പിടിച്ചോണ്ട് ഇതാണ് ഉണ്ണിപ്പണ്ണു, പണ്ണുക്കളിൽ പണ്ണു, മലം പണ്ണു എന്നറിയപ്പെടുന്ന പണ്ണു. വീട് പോയല്ലേ. കണ്ണു പൊത്തിയിരുന്ന കൂസൻ, മരക്കൂസൻ. തൂമിക്ക് മാറ്റിക്കാൻ എനിക്കറിയാൻ മാറ്റാം. നീ അവിടെ നിന്ന് കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വരാം. കണ്ണു പൊത്തിയിരിക്കുകയാണെങ്കിലും ഇവൻ സുന്ദരനാണ്. സുന്ദര പുരുഷൻ, കൂസൻ, വെങ്കല കൂസൻ, പറക്കൂസൻ. ഇവൻ പണ്ണുവല്ല, വെറും പണ്ണുവാണ്. പണ്ണുക്കളിൽ പണ്ണു, ഇന്ത്യൻ പണ്ണു, മലം പണ്ണു എന്നൊക്കെ അറിയപ്പെടുന്ന പണ്ണു. നിനക്ക് അവസരം തരത്തില്ല. നിനക്ക് എന്നെ കുറെ ഉണ്ടാക്കി കട പറയണ്ട. കൈമാറ്റാവന്റെ വേണ്ട. ഞാൻ പറഞ്ഞ നീ വിട്. ഉണ്ണിയുടെ കോപമൊക്കെ കാണിച്ചു. ഉണ്ണിയുടെ ഉണ്ണിക്കോപം ഇനി ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു മൽഹാൻ. അവന്റെ ആ കിടപ്പ് കണ്ടോ? കിടപ്പ് കാണിക്കും. അവന്റെ ആ പതിഞ്ഞ കുണ്ടിയും ചപ്പിയ മൂക്കും ഉണങ്ങിയ കവിളും എല്ലാം കൊണ്ടും അവൻ സുന്ദരനാണ്. മസിലുകളാണ് അവന്റെ പ്രധാന കൈയ്യടി. ഇനി കൈ മസിലുകളാണ് അവന്റെ പ്രധാന ആയുധം. തീറ്റി പഠിക്കണമെന്ന ആഗ്രഹത്താൽ അവന്റെ കാലുകൾ കണ്ടോ? മന്ദൻ കാലുകൾ. ഈ മന്ദൻ കാല് വെച്ചാണ് അവൻ ആ പെണ്ണിനെ വളയ്ക്കാൻ പോകുന്നത്. ഗദ. ചുരുക്കി ഗദ. അവന്റെ മുടികൾക്ക് കൊടുക്കണം ലക്ഷങ്ങൾ.
അവനെ പറ്റി വർണ്ണിക്കാൻ ഇവിടെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്ര റിയാസിനെ പറ്റി 2 വാക്ക് പറയാമോ? എന്ത് പറയാനാണോ കുറച്ച് നല്ലവനാണെന്ന്. നല്ലവനാണവൻ, ബോധം കുറവാണെന്നേ ഉള്ളൂ. ഇവന് വിവരം ഉണ്ടായില്ലേ? അതിന് നീ കിടക്ക്, നിന്നെ പറ്റി ചോദിക്കട്ടെ. ഇവനൊരിക്കൽ എങ്കിൽ ഓക്കെ, സിനുവിനെ കുറിച്ചുള്ള അഭിപ്രായം പറയും. സിനുവിനെ കുറിച്ച് ഞാനൊരു പറയുന്നത്, അവനൊരു പാവപ്പെട്ട ഒരു പയ്യനായിരുന്നു ആദ്യമൊക്കെ. അവൻ പിന്നെ പെയ്യെ പണ്ണുമായി മലപ്പണ്ണുമായി മാറി, പിന്നെ ഉണ്ണിപ്പണ്ണുമായി മാറി. അങ്ങനെ ഒരു സീരിയൽ എന്ന് പറഞ്ഞൊരു പിന്നെ ഇങ്ങനെ ലൈനിടാൻ വേണ്ടി കിടന്ന അവസാനം ആ പെണ്ണിനെ അടിയൊക്കെ കൊണ്ടെന്നാണ് പറയുന്നത്. സത്യത്തിൽ അടിയല്ല ഉണ്ട്, ഇടിയാ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ കഞ്ഞിപ്പാടത്ത് കുളിക്കാൻ പോയപ്പോൾ ഈ സിനുവും ഞാനും സുഹൈലും കൂടെ ഇങ്ങനെ കുളിക്കാൻ പോയ വഴി ഞങ്ങളെല്ലാം കുളിച്ച് പിന്നെ അപ്പൊ പെട്ടെന്ന് തന്നെ സിനുവിന് രണ്ടിനാ മുട്ടി. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, സിനു കുളിച്ചോണ്ടിരിക്കുക വെള്ളത്തിനടിയിൽ പോയി തൂറിയിട്ട് പൊങ്ങി വന്നപ്പോൾ തലയെ തീറ്റടിക്കുന്നതായിട്ടാണ് കണ്ടത്. അതാണ് എനിക്ക് മനസ്സിലായത്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, സിനു തൂറിയിട്ടാണ് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്നതെന്ന് മനസ്സിലായി. സിനുവിന്റെ ഒക്കെ തലയെ തീറ്റ ഒരിക്കുന്ന അട്ടിക്കളയാൻ വന്നു. ഞാനത് അംഗീകരിക്കുന്നു, പക്ഷെ ആ തീട്ടം നക്കിയത് നീയല്ലേടാ. ഉണ്ണിത്തീട്ടം, ഉണ്ണിമോൻ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത് പൊതുവെ, ഉണ്ണികളുടെ ഉണ്ണി രാജാവ്. തീട്ടങ്ങളുടെ കൂമ്പാരം ദേ കിടക്കുന്നു അവിടെ. റിയാസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ലവനാണ്. നല്ലവനാണ്, നല്ല ഹൃദയമുള്ളവനാന്നൊക്കെ കുളിക്കും എന്നൊക്കെ പറയാം. പക്ഷേ ഗ്ലാമറില്ല, രോമകെട്ടിയില്ല. രോമം വരണം എന്ന് പറഞ്ഞ് യന്ത്രങ്ങളുടെ മേടിച്ച് കരടി തപ്പി അമേരിക്ക വരെ കരടി അമേരിക്ക വരെ കരടിനെയും ചോദിച്ചു പോയവനാണ്. മലഹാനാണ്. വളരെ ദയനീയ അവസ്ഥ. എൻ്റെ ആൾക്കാരെല്ലാം ഓടും. രോമത്തിന്റെ അഭിഷേകം, രോമത്തിന്റെ ഐരടി എന്ന് പറയുന്നത് രോമരാജാവ്. ഉണ്ണിരാജാവിനെ കുറിച്ച്, ഉണ്ണിയാണെങ്കിൽ ഉണ്ണിയുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ രോമക്കെട്ടികൾ അവർ വാപ്പാക്കുക. അതുകൊണ്ട് അവരുടെ കുടുംബത്തിലെല്ലാം ഭയങ്കര രോമക്കെട്ടിയാണ്. രോമം കൊണ്ട് കുണ്ടി വരെ നിറഞ്ഞിരിക്കുകയെന്ന് പറയുന്നത്. കാലിന്റെ അടി മുതൽ തല വരെ രോമമാണ് അറിയുന്നത്. രോമം കൊണ്ട് ഇപ്പൊ അവരെ കരടി കുടുംബം എന്നാണ് അറിയുന്നത്. സിനുവിന് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? അതായത് ഈ റിയാസ് എന്ന് പറയുന്ന തീട്ടത്തിന്റെ വാപ്പ ഒരു വൻ മീൻ കർഷകനാണ്. പറയട്ടെ, ഒരു മീൻ കർഷകനാണ്. ചെറുപ്പത്തിലെ ചൂരനെയ് തേച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ചൂരനെയ് തേച്ച് റിയാസിനിപ്പോൾ രോമം കിളിക്കുന്നില്ല. രോമം കിളിക്കാനായി അജ്മലിന്റെ അടുത്ത് പോയി. അജ്മൽ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു, ഒറ്റമൂലി. അതാണ് കരടി നെയ്. അതും തപ്പി അവൻ അലയാൻ തുടങ്ങി. നാടായ നാടും സകല ലാടന്മാരെയും താങ്ങി അജ്മല് മത്തടിച്ചിരിക്കുന്നു അവന്റെ സംസാരം കേട്ട്. വായ്നാറ്റം കൊണ്ടാണോ? നീ സിനു ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയിലൊക്കെ ചെന്ന് കരടി ചോദിച്ച ചരിത്രങ്ങളൊക്കെ ഉണ്ടായിട്ട്, പിന്നെ ആ ലാടന്മാർക്ക് പിന്നെ മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മണിയന്റെ കടയിൽ പോയി ചോദിച്ചിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോയും ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് നമുക്ക് ഉണ്ണിക്ക് ഒത്തിരി പപ്പാട ഉണ്ടില രോമം വെട്ടിക്കൊടുത്തെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഉണ്ണിക്ക് താടി വന്നെന്നാണ് ചരിത്രം പറയുന്നത്. പപ്പാത്താടി, പപ്പാട ഉണ്ടി പഠിക്കാനാണ് സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവൻ പോകുന്നില്ലെന്നാണ് അറിയപ്പെടുന്നത്. കാര്യം പപ്പാട തീറ്റെന്ന് വെച്ചാൽ രോമം വരുമെന്നാണ് അവൻ പറയുന്നത്. എന്താണെന്നറിയത്തില്ല, അവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണോ നീ ഇപ്പോൾ പപ്പാട തീറ്റ മുഖത്ത് വെച്ചിരിക്കുന്നത്? അല്ലല്ല, ഇപ്പോൾ ഇവൻ പപ്പാട കക്ഷത്തെ രോമവും കാത്തിരിക്കുകയാണ്. പപ്പ മരിക്കുമ്പോൾ പപ്പ മരിക്കുമ്പോൾ പപ്പാടെ കുണ്ടിയിലെ രോമം നിനക്ക് വെട്ടിത്തരും. റോയി പറഞ്ഞിരിക്കുന്നു. റോയി അരിൽ ചെയ്തിരിക്കുന്നു. പേജ് നമ്പർ 10. പപ്പ അന്തരിക്കുന്ന ഉണ്ണിയെ കുറിച്ചൊരു പാട്ട് പാടാം. വ്യത്യസ്തനാം ഒരു പൂസനാം ഉണ്ണിയെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. മലം പണ്ണുവാം പണ്ണുവിനെ സത്യത്തിൽ ആരും
മറ്റേ പാട്ട് തന്നെ. ആ, മത്തി വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമണം ചൂരയിൽ പൊതിഞ്ഞു വെച്ച അങ്ങനല്ല, ഞാൻ പറയട്ടെ. ചൂരയിൽ പൊതിഞ്ഞു വച്ച തീട്ടമായി കുളിക്കയായി ഓർക്കുവിൻ സഖാക്കളെ നമ്മൾ കണ്ട തീട്ടത്തിൽ റിയാസ് എന്ന മുഖം നിങ്ങൾ ഓർമ്മയുണ്ടതോർക്കുവിൻ തീട്ടമേ. ഇത് ഇങ്ങനെ ഒരു ഡയലോഗ്